കല്ലൂരിലെ നൃത്തപരിപാടിയുടെ മുഖ്യ സംഘാടകനായ നികോഷ് കുമാർ പോലീസിന് മുമ്പിൽ ഹാജരായിട്ടുണ്ട്. ഓസ്കർ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ ഇന്ന് ഹാജരാകില്ലെന്ന് പോലീസിനെ അറിയിച്ചു. കേസിൽ പോലീസ് നോട്ടീസ് നൽകാനിരിക്കെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു. ആവശ്യമെങ്കിൽ മൊഴിയെടുപ്പിക്കാൻ ദിവ്യ ഉണ്ണിയെ വിളിപ്പിക്കുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. അവിടെ നമുക്ക് ഈ എല്ലാ വകുപ്പുകളിൽ നിന്ന് വെരിഫിക്കേഷൻ നടത്തിയിട്ട് അവരുടേതായിട്ടുള്ള പെർമിഷൻസ് ഇവർ എടുത്തിട്ടുണ്ടോ അല്ലോ എന്ന വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് പല ആൾക്കാർക്ക് പല റോൾസ് ഉണ്ടാവും അല്ലേ. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നോക്കി വരുന്നത് ഈ സ്റ്റേജിൻ്റെ കൺസ്ട്രക്ഷനും മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് അവരുടെ റോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിപ്പിച്ച് സംസാരിക്കും. അതിനിടെ GCDയുടെ വീഴ്ച വ്യക്തമാക്കുന്ന കരാർ പുറത്തു വന്നു. നൃത്ത പരിപാടിക്ക് മുൻപ് സ്റ്റേഡിയം പരിശോധിക്കേണ്ടത് സൈറ്റ് എഞ്ചിനീയർ തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ബിനിൽ തന്നെ നമുക്ക് വിവരങ്ങൾ നൽകും. ബിനിൽ, ഈ വാർത്ത ആദ്യം വന്ന സമയത്ത് ഈ പരിശോധന നടത്തും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതും അതുതന്നെയാണ്. ഇപ്പോഴാണ് ഇവർക്ക് പരിശോധന നടത്താൻ തോന്നിയത് എന്നുള്ളത്. ഈ കരാർ അനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ പൂർത്തീകരിച്ചു എന്ന് ഇതിനു മുൻപ് അവർ പരിശോധിക്കേണ്ടതായിരുന്നില്ലേ? മാധു, തീർച്ചയായും ആ ഉത്തരവാദിത്വമുണ്ട്. കാരണം നമ്മൾ ഈ സംഘാടകരുമായി ഒരു കരാർ ഉണ്ടാക്കുന്നു. ആ കരാറിൽ സംഘാടകർ ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങൾ അതിൽ വ്യക്തമാക്കുന്നു. ആ വ്യക്തമാക്കുമ്പോൾ തന്നെ സംഘാടകർ നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പുകൾ അവർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആ സ്റ്റേഡിയത്തിൻ്റെ ഉടമകളായ GCDയെ തന്നെയായിരുന്നു. അത്തരത്തിൽ അവർ അത് ചെയ്തില്ല എങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാനും അവർ അത് അനുസരിക്കുന്നില്ല എങ്കിൽ ഈ പരിപാടി തന്നെ തടയാനുമുള്ള അവകാശം GCDയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ GCDയെ അതൊന്നും ചെയ്തില്ല. ഒടുവിൽ ഇതെല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞപ്പോൾ ഇപ്പോൾ സംഘാടകർക്ക് മേൽ ഇതിൻ്റെ എല്ലാ പാപഭാരങ്ങളും കൊണ്ടുപോയി വയ്ക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഈ കരാർ തന്നെ GCDയ്ക്ക് ഒരു കുടുക്കായിട്ട് മാറുകയാണ്. കാരണം GCDയുടെ ഈ കരാറിലെ 4ാമത്തെ ഭാഗത്തിൽ സ്റ്റേഡിയത്തിൽ ഈ പരിപാടിക്ക് മുൻപ് അവിടെ സൈറ്റ് എഞ്ചിനീയർ പരിശോധിക്കണം, ഒരു താൽക്കാലിക നിർമ്മിതി ഉണ്ടെങ്കിൽ അത് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോലീസ് ആ കരാർ രേഖ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു നോട്ടീസ് GCDയ്ക്ക് നൽകിയിരിക്കുകയാണ്. നിങ്ങൾ അവിടെ പരിശോധന നടത്തിയിട്ടുണ്ടോ? പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എന്താണ്? ആരാണ് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട സൈറ്റ് എഞ്ചിനീയർ? അതായത് ഈ സൈറ്റ് എഞ്ചിനീയർ ആരാണ് എന്നറിഞ്ഞാലാണ് പോലീസിനെ സൈറ്റ് എഞ്ചിനീയറെ ചോദ്യം ചെയ്യേണ്ടി വരിക. ആ ചോദ്യം ചെയ്ത് കൃത്യമായ മൊഴി രേഖപ്പെടുത്തണം. സൈറ്റ് എഞ്ചിനീയർക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ സൈറ്റ് എഞ്ചിനീയറെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തുകയും വേണം. ആ രീതിയിലേക്കാണ് പോലീസിന്റെ അന്വേഷണം പോകുന്നത്. കാരണം GCDയെ അവരിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എങ്കിൽ GCDയെ മറുപടി പറയേണ്ടി വരും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് PWDയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ആ സ്റ്റേജ് പരിശോധിച്ച സ്കെച്ചും റിപ്പോർട്ടും പോലീസിന് കൈമാറിയിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ സ്റ്റേജ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു വശത്തേക്ക് ചരിഞ്ഞ രീതിയിലാണ് ഈ സ്റ്റേജ് ഉള്ളത്. അതായത് ആ മൈതാന ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുന്നു. അവിടെ ആ ഭാഗത്തേക്കാണ് ഉമാ തോമസ് MLA വീഴുകയും ചെയ്തത്. അതായത് ശാസ്ത്രീയമായി രാവിലെ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ വന്നപ്പോൾ തന്നെ മനസ്സിലാകും.